അങ്ങനെയെങ്കിലും കുറച്ച് ചെളി പോട്ടേക്ക് ഇങ്ങനെ ചെറുച്ച് കഴുകുക. ഗൈസ് വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് മുന്നേ വീഡിയോ ചെയ്ത നമ്മുടെ ഒരു ഡ്രാഗ് റൈസ് അടിക്കുന്ന വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രാക്സസിൻ്റെ വണ്ടിയാണ്. എന്താ പറയുക, അതെന്ന് വെച്ചാൽ ഒരുപാടൊന്നും ഈ സാധനം ഇറങ്ങിയിട്ടില്ല, ഭയങ്കര ലിമിറ്റഡ് ഐറ്റം മാത്രമേ ഉള്ളൂ. പുറത്ത് സൈറ്റിലെല്ലാം ലേലമൊക്കെ വിളിച്ച ആൾക്കാർ എടുക്കുന്നതൊക്കെ മേടിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതുപോലെ അത്രയും റെയർ ഒരു ഐറ്റമാണ് ഈ ഇരിക്കുന്നത്. അതായത് ട്രാക്സസിൻ്റെ ഫണ്ണി കാർ എന്ന് പറയും. ഇതിൻ്റെ റിയൽ കാറ് ഡ്രാഗ് റൈസ് അടിക്കുന്ന വലിയ വണ്ടിയുണ്ട്. ആ വണ്ടി ഞാൻ സൈഡിൽ ഇപ്പോൾ ഞാൻ ഫോട്ടോ കാണിക്കാം എങ്ങനെയാണ് അതിൻ്റെ സംഭവം എന്ന്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഐറ്റം അന്ന് വന്നപ്പോഴത്തേക്കും നമുക്ക് ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ. അതായത് കംപ്ലീറ്റ് എം ടി ആയിരുന്നു. പക്ഷേ ഇത്തവണ ഗൈസ് കണ്ടത് ഇങ്ങനെ പൊക്കി വെക്കാം കേട്ടോ, ഇങ്ങനെ ഇരുന്നോളൂ ഐറ്റം. കണ്ടോ ഐറ്റം ഇങ്ങനെ ഇരിക്കും. റിയൽ വണ്ടിയും ഇതിൻ്റെ ഇങ്ങനെ പൊങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത് ഫ്രണ്ട് ടയർ ചെറുതായിരിക്കും, ബാക്ക് ടയർ ഗൈസ് ഇതുണ്ടോ മറ്റേ റോഡ് റോളറിൻ്റെ പോലെ ഭയങ്കര വലുതാണ് ഗൈസ്. ഡ്രാഗ് അടിക്കുന്ന വണ്ടികളിലെല്ലാം ബാക്ക് ടയർ ഭയങ്കര സൈസായിരിക്കും. അത് ഗുഡ് ഇയറിൻ്റെ ടയറാണ് കേട്ടോ. അത്യാവശ്യം നല്ല കിഡിലൻ, അതായത് റിയൽ വണ്ടിയുടെ ആ ഒരു മെക്കാനിസം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കിഡിലാണ് ഗൈസ്. ഇവനൊന്ന് റോഡിൽ കൊണ്ടുപോയി ഓടിക്കണം, ഓടിച്ചിട്ട് ഇവൻ്റെ സ്പീഡൊക്കെ ഒന്ന് നോക്കണം. ഓ, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ റിസീവർ നമ്മൾ ഫ്ലൈസ്കേൻ്റെ റിമോട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ ESC സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു 3S ESC ആണ് ഗൈസ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ സസ്പെൻഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം ഗൈസ്. മോട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, ബ്രഷ്ലെസ് 3S മോട്ടറാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് കണ്ടോ, ഭയങ്കര രസമുണ്ട് ഈ വണ്ടി. കണ്ടോ, ബാക്കിൽ വീലടിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീലി ബാറും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ സ്റ്റിക്കർ വർക്ക്, കുറേ ബ്രാൻഡിൻ്റെ സ്റ്റിക്കർ വർക്ക്സും പരിപാടികളും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു കിട്ടിയില്ല നൈറ്റുമാണിത്. നമ്മുടെ ഓൾമോസ്റ്റ് ഫെലോണിയുടെ ലെങ്ത് തന്നെ വരും. അതായത് ഫെലോണിയും നമ്മുടെ മസ്റ്റാങ്ങും ഓൾമോസ്റ്റ് ഈ ഒരു സൈസിന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ഫെലോണി ഒപ്പം വെക്കുവാണ്. ഇതുണ്ടോ, ഓൾമോസ്റ്റ് ഇതുണ്ടോ, ഇവിടം തൊട്ട് ഇവിടം വരെ. യെസ് ഗൈസ്, ഓൾമോസ്റ്റ്. കാരണം ഫെലോണി ഇവിടെ ഇരിക്കുന്നതാണ് ഭയങ്കര വലുതായിട്ട് തോന്നും. ഗൈസ്, പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗരാജിൻ്റെ ഒരു കോർണറാട്ടോ ഈ ഒരു സംഭവം. ഇവിടെ നമ്മളൊരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്, അതൊക്കെ കാണിച്ചു തരാം. ഗരാജ് ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. ഗൈസ്, ഫെലോണിയുടെ ടയറൊക്കെ കണ്ടോ, തേഞ്ഞ് അന്ന് ട്രാക്കിൽ ലാസ്റ്റ് ഓടിച്ചിട്ട് തേഞ്ഞ് ഓൾമോസ്റ്റ് പരിവായി ഗൈസ്. ഗ്രിപ്പൊക്കെ പോയി കണ്ടോ, ചിലയിടത്ത് മാത്രമേ ഗ്രിപ്പുള്ളൂ. ഇവിടെ ഗ്രിപ്പുണ്ട്. ബാക്ക് ടയറിൻ്റെ പോലെ കണ്ടോ ഗൈസ്. ഏറ്റവും മെയിൻ്റെനൻസ് നമ്മുടെ ഈ റോഡ് കാറിന് വരുന്നതിൻ്റെ ടയറാണ്. പെട്ടെന്ന് തീരും. നമ്മുടെ ലിമിറ്റ്ലെസ്സിൻ്റെ ഒക്കെ ടയർ ഒരൊറ്റ റൈഡിൽ തന്നെ തീർന്നു. ഇത് നമ്മുടെ ലിമിറ്റ്ലെസ്സിൻ്റെ ടയറാണോ, എഡ്ജൊക്കെ പുത്താൻ വണ്ടി കൊണ്ടുപോയി കണ്ടു. ഇവിടെ പിന്നെ ഗ്രിപ്പ് ഉണ്ട്, ഇവിടെ ഒന്നും വലിയ. ഈ ഒരു ടയറുണ്ട്, എഡ്ജൊക്കെ ഓൾമോസ്റ്റ് ഗൈസ് പുത്താൻ വണ്ടിയായിരുന്നു നമ്മുടെ ടയറിൻ്റെ ഒക്കെ കോലം. ഇവനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അത്രയും സൈസ് ഉള്ള ഒരു മുതലാണ്. നമുക്ക് ഇവനൊന്ന് റോട്ടിൽ കൊണ്ടുപോകണം. നമ്മുടെ മസ്റ്റാങ്ങൊക്കെ ഡ്രാഗ് അടിച്ച് റേസ് നടത്തിയ റോട്ടിൽ കൊണ്ടുപോയിട്ട് ഓടിക്കണം. അതായത് ഫോർഡിൻ്റെ മസ്റ്റാങ്ങിൽ ഓരോ മോഡിഫിക്കേഷൻ നടത്തിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയാണ് കാസ്ട്രോൾ GTX ഹൈ. അങ്ങനെ ഓരോ കമ്പനീൻ്റെ ഓരോ ബ്രാൻഡിൻ്റെ കൊളാബറേഷൻ സ്റ്റിക്കേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ പിന്നെ അടുത്ത വീഡിയോസിലൊക്കെ കൊണ്ടുപോയി എന്തായാലും ഓടിക്കാം. ഒരു കിട്ടിയ ഐറ്റമാണ് ഗൈസ്. നമുക്കിനി അതുപോലെ നമ്മുടെ വില്ലീസ് ഞാൻ കാണിച്ചു തരാം. വില്ലീസ് പുറത്തുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതായിരിക്കുന്നതാണ് ഗൈസ് നമ്മുടെ വില്ലീസ്. ചെളി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അന്യായ ചെളി. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് കണ്ടോ, ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ഷൂട്ടിന് പോയതാണ് ഈ കാണുന്നത്. അതായത് റിയൽ ഓഫ് റോഡ് വണ്ടി പോയി കഴിഞ്ഞ് ലാസ്റ്റ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നത്. ബോണറ്റിലടക്കം ഇവിടെയൊക്കെ ചെളിയുണ്ട്. കണ്ടോ, അപ്പം പോലെ പൊളിഞ്ഞു വരുന്നു. കാരണം ഞാനത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ ഇരിക്കുമായിരുന്നു, വാഷൊന്നും ചെയ്തില്ല. ഇതുണ്ടോ കംപ്ലീറ്റ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, മൊത്തം ചെളി. വില്ലീസിൻ്റെ ടയർ പറയാൻ പിന്നെ ഭയങ്കര പെർഫോമൻസാണ്. ഇത് കണ്ടോ,
ഇപ്പോൾ താഴോട്ട് പോയാനെ ഇതുണ്ടോ ഗൈസ്, ഇത് കട്ട മേടിച്ച് ഇനി ഇവനൊന്ന് വാഷ് ചെയ്യണം. ഞാൻ വാഷ് ചെയ്യുന്ന പരിപാടി കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും ആർസിക്കാർ ഇങ്ങനെ ക്ലീൻ ആക്കണമെന്നുള്ളൊരു സാധനം ഉണ്ട്. ഞാൻ വാഷ് ചെയ്യുന്ന പരിപാടി ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വില്ലീസ് വാഷ് ചെയ്യാൻ വേണ്ടി പോവാം. ഇത് കണ്ടോ, ഭാഗ്യത്തിന് റിസീവറിൻ്റെ അവിടെയൊന്നും വെള്ളം അങ്ങനെ ആയിട്ടില്ല. ബാറ്ററി നമുക്ക് പുറത്തോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം. നല്ല അത്യാവശ്യം ബമ്പറൊക്കെ ഉണ്ടോ. സസ്പെൻഷന് ഇവിടെ ഒരു ചെറിയൊരു ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. യെസ്, ചെറിയൊരു ലീക്ക് അടിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ അപ്പോൾ സെറ്റ് ചെയ്യേണ്ടി വരും. ഫ്രണ്ടിലും ചെറുതായിട്ടൊരു ലീക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പിന്നെ വാഷ് ചെയ്യാം ആദ്യം. നമ്മുടെ ജീപ്പ് കഴുകാൻ വേണ്ടി നമ്മൾ ഈ ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയുണ്ടോ ഗൈസ്. ഓൾമോസ്റ്റ് ഇത് നിറയാറായി. ഇതിൻ്റെ ഉള്ളിലിട്ട് മുക്കിയാലൊന്നും പറ്റില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും വേണ്ട, റിസീവർ വാട്ടർ പ്രൂഫ് അല്ല. ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി, കാരണം ഇതിൽ നിന്ന് ഫോഴ്സ് റിവ് ഉണ്ടാവത്തില്ല. സോ ഞാൻ ഈ പൈപ്പ് കണക്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് നീട്ടിയിട്ടുണ്ട്. നമുക്കിനി പതിയെ തുറന്നു വിടാം. എന്തോരം വെള്ളം വരും നോക്കാം. കുറച്ച് വന്നാൽ മതി. സെറ്റാണ്. ഇനി നമുക്ക് അതിൽ ഫോഴ്സ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് വണ്ടി പോകുന്നത്. എന്നിട്ടിങ്ങനെ തെറിപ്പിച്ച് കഴുകുക. കൂടെ നമ്മളും കുളിക്കും. പക്ഷെ അത് മൈൻഡ് ചെയ്യരുത്. ഉള്ളിലൊന്നും വെള്ളം കയറിയാൽ സീനാണ് കേട്ടോ. കാരണം ഉള്ളിലൊക്കെ ഭയങ്കര ചെളിയായിരുന്നു. എന്നാലും എന്താണ് പോകുന്നില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഉരച്ചരച്ച് കൊടുത്താൽ അത് പോകുള്ളൂ കേട്ടോ. നമുക്ക് ബേസിക് കുറച്ച് കട്ട പിടിച്ചിരിക്കുന്ന ചെളി കളയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ ചെളി, ഇവിടെയൊക്കെ പിന്നെ ഈ സ്റ്റിയറിംഗ് സെർവോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ചെളി, നല്ല ചെളിയുണ്ട്. സോ കുറച്ച് ടൈം എടുക്കും. ഗൂയ്സ്, നമുക്ക് നമ്മുടെ വില്ലേജ് എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊന്ന് വെള്ളത്തിലോട്ട് മുക്കാമെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിലും കുറച്ച് ചെളി പോട്ടെ ഗൂയ്സ്. ഓ മൈ ഗോഡ്, എന്നിട്ടും പോയിട്ടില്ല കേട്ടോ. ഇനി കുറച്ചൊരു അടിയിലായിട്ട് വാഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വില്ലീസ് ഓൾമോസ്റ്റ് കഴുകി കഴിഞ്ഞു. പക്ഷേ ഈ പിടിച്ചിരിക്കുന്ന ചെളി ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ തൂത്താൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതൊന്ന് കുറച്ച് നേരം വെള്ളം ഇറങ്ങി ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങി കഴിഞ്ഞിട്ട് ഇനി എന്തായാലും നമുക്കിത് തുടച്ച് ഈ WD-40 ഉണ്ടോ, ഈ WD-40 വെച്ചിട്ട് നമുക്കെല്ലാം ക്ലീൻ ആക്കാൻ പറ്റും. ഇനി ടയർ അഴിക്കണം. ഈ 4 ടയർ അഴിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ബെയറിങ്ങിലും എല്ലായിടത്തും WD-40 ഒക്കെ അടിച്ചൊന്ന് സെറ്റ് ചെയ്യണം. ആദ്യം ഇനി ഇത് ഉണങ്ങണം. സീറ്റൊക്കെ ഉണ്ടോ വെള്ളമായിട്ടിരിക്കുക ഗൈസ്. ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുണി വെച്ചിട്ട് WD-40 ഒക്കെ അടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഓൾമോസ്റ്റ് ചെളികളൊക്കെ പോയി ആണോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലീൻ ആയിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറയാം. ഇനി നമുക്ക് നമ്മുടെ മഷീകണ്ട പണിയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് മഷീകൻ പീസാക്കി അഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് ഇപ്പോൾ ഡോറ് ഇപ്പോൾ ബോണറ്റ് ഇത് ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്, അതുപോലെ ടോപ്പ് ഊരി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ടൂളുണ്ട്, ഈ ടൂൾ വെച്ചിട്ടാണ് നമ്മളിത് അഴിച്ച് ഊരി എടുക്കുന്നത്. കുറച്ച് കെയർഫുൾ ചെയ്ത് എടുക്കണം. അതും കൂടെ അഴിച്ചെടുത്ത ഡോറിന് പോയി, ഡോറ് പോകുന്നു. യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ഡോറ്. അപ്പോൾ ഈ ഡോറിൻ്റെ ഈ സൈഡൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാം. കംപ്ലീറ്റ് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകുന്നത് ഗൈസ്. നമ്മുടെ വണ്ടിയുടെ അലോയ്സ് മാറി കണ്ടോ, അലോയ്സ് നല്ല ബ്ലാക്ക് കിട്ടില്ലെന്നൊരു അലോയ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടയർ സെയിം ടയർ തന്നെ, അലോയ്സ് മാറി. അപ്പോൾ വണ്ടി ബ്ലാക്കും കൂടി ആയി ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ലുക്കായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുൾ ബ്ലാക്കാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡോർ അഴിച്ചിട്ടുണ്ട്, ബോണറ്റ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചാസസ് ഊരി മാറ്റണം, ബോഡി ഇങ്ങനെ പൊക്കി എടുക്കണം. അത്യാവശ്യം പണിയുണ്ട് ഗൈസ്, നല്ല പണിയുള്ള സംഭവം. അപ്പോൾ ഞാനിത് മൊത്തം അഴിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും അഴിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് കണ്ടോ, 2 ഡോറ്, പിന്നെ ഫ്രണ്ടിലെ മറ്റേ വിൻഷീൽഡിൻ്റെ അത്, പിന്നെ ബോണറ്റ്, ബാക്കിലെ ആ ഒരു ടോപ്പ്, പിന്നെ ടയേഴ്സൊക്കെ ഊരി, അങ്ങനെ കുറച്ച് പാർട്സ് എല്ലാം ഊരിയിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ മഷീകൻ പീസ് ആയിരിക്കുകയാണ് ഗൈസ്. കംപ്ലീറ്റ്, അതായത് നമ്മൾ ചാസിന്ന്
ബോഡി അങ്ങ് പൊക്കി, ഡോർസ്, ബാക്കിയുള്ളത് സാധനങ്ങൾ, ബോണറ്റ്, എല്ലാ ഐറ്റംസ്, റോൾ കേജ് ഒക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇതേ മുകളിൽ ടോപ്പ്. ഗൈസ് നമ്മുടെ ഹിറ്റാച്ചി ട്രക്സ് ഒക്കെ ഇരിക്കുന്നു. ഇനി അടുത്ത പെയിൻറ്റിങ് ഇവനാണ്, നമ്മുടെ FJ40 ആണ് നമ്മുടെ അടുത്ത പെയിൻറ്റിങ് വർക്ക്. അത് അഴിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, കിട്ടില്ല ഒരു പെയിൻറ്റ് നമ്മൾ ചെയ്യും. അപ്പോൾ അതെ ഈ സ്ക്രൂസും സാധനങ്ങളും വിജാഗിരിയൊക്കെ ഉണ്ടോ, ചെറിയ വിജാഗിരിയാണ് ഗൈസ് ഇതിനകത്തിരിക്കുന്നത്. പിന്നെ ടയേഴ്സ്, നമ്മുടെ പുത്തൻ അലോയ്സൊക്കെ ഇട്ട് ടയേഴ്സ്. ഗൈസ് അപ്പോൾ വണ്ടി ഇനി വേറെ ലുക്കായിട്ടായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. ഫുൾ ബ്ലാക്ക് ഗൈസ്, ഫുൾ ബ്ലാക്ക്. അതുപോലെ ഈ ചാസിസിൽ നമ്മൾ ചെറിയ ചെറിയ ചേഞ്ചൊക്കെ വരുത്തും. ആദ്യം ഇതൊന്ന് ക്ലീനാക്കി ഓയില്, കാര്യങ്ങൾ, ഗ്രീസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, നമുക്ക് നോക്കാം. കൂടുതൽ ബോറാക്കാൻ നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇവനെടുത്തുകൊണ്ട് പോകാം. ഓക്കെ.